മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 39 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് സമരിയാക്കാരി സ്ത്രീ ഈശോയിൽ നിന്ന് കിട്ടിയ അനുഭവം മറ്റുള്ളവരോട് പറയുക. അത് കേട്ട് ധാരാളം പേര് ഈശോയുടെ അരിയിലേക്ക് വരുന്നുണ്ട്. അവന്റെ പ്രബോധനങ്ങൾ ശ്രവിച്ചതിന് ശേഷം അവര് സമരിയാക്കാരി സ്ത്രീയോട് പറയുകയാണ്, ഇനി മുതൽ നിന്റെ വാക്ക് കേട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, പ്രത്യേക ഞങ്ങൾ അനുഭവത്തിലൂടെ വിശ്വസിക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മളെ നിലനിർത്തുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. മറ്റുള്ളവരുടെ അനുഭവം ഈശോയിലേക്ക് അടുക്കാൻ നമുക്ക് പ്രചോദനമായി തീരും. എന്നാൽ അവ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുത്താൻ ഉപകരിക്കുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വിശ്വാസത്തിൽ നമ്മൾ അടിയുറയ്ക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുന്ന അനുഭവങ്ങളാണ്. ആ വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഈശോയിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ അരികിലേക്ക് പോകണം. ഈ ജനം സമരിയാക്കാരി സ്ത്രീ പറയുന്നത് കേട്ട് അവിടെ നിൽക്കുകയല്ല ചെയ്തത്, ഈശോയുടെ അരികിലേക്ക് കടന്നു ചെന്നു. അരികിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് വ്യക്തിപരമായ അനുഭവം അവർക്ക് ലഭിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ദൈവാനുഭവം കേട്ട് നമ്മൾ എവിടെയെങ്കിലും നിൽക്കേണ്ടവരല്ല. ആ ദൈവാനുഭവത്തിൽ നമ്മൾ കുടുംബത്തിൽ നിൽക്കരുത്, മറ്റു സ്ഥലങ്ങളിൽ നിൽക്കരുത്. ഉപരി ഈശോയുടെ അരികിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അത് വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവമായിട്ട് ഈശോ മാറണം. എങ്കിലേ ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുകയുള്ളൂ. ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് ഈശോയുടെ സർവ്വാനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ അധ്വാന മേഖലകളിൽ ആ അധ്വാനങ്ങൾ വിജയിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കണം. ഈശോയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈശോ നമുക്കെല്ലാം തരും. അപ്പൊ നമുക്ക് ഈശോയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് വ്യക്തിപരമായ അനുഭവത്തിലൂടെ അതിന് ഈശോയിലേക്ക് ചേർന്ന് നിൽക്കണം. തിരുവചന വായനയിലൂടെ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, നിരന്തരമായ ഈശോയെക്കുറിച്ചുള്ള ഓർമ്മയിലൂടെ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. വിശുദ്ധിയിലുള്ള ജീവിതത്തിലൂടെ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഇങ്ങനെ ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കുക. ഈ ഒരു ദിവസം മുഴുവനും എന്റെ ഈശോയോട് ഞാൻ ചേർന്ന് നിൽക്കണം. വ്യക്തിപരമായ ഒരു അനുഭവം എന്റെ ഉള്ളിൽ എനിക്ക് ലഭിക്കണം. ഈശോയെ ഞാൻ കൂടുതൽ സ്നേഹിക്കണം. അതിനുവേണ്ടി ഈ ദിവസം കൂടുതൽ പരിശ്രമിക്കുക, അധ്വാനിക്കുക, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കണമേ. ഇവർ പോകുന്ന വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ സംരക്ഷണം ഇവർക്ക് ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമേ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, പോകുന്ന വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും ആപത്തുകളും അപകടങ്ങളും പരാജയങ്ങളും രോഗങ്ങളും അസ്വസ്ഥതകളും നിർവീര്യമായി തീരട്ടെ. അന്ധകാര ശക്തിയിൽ ഇവരിന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.